ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ARV എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടക്ടർ ദറ്റ് ഈസ് ഗുഡ് കണ്ടക്ടർ ഹാസ് ഡാഷ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഒരു ഗുഡ് കണ്ടക്ടറിന് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണോ ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണോ, എങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗുഡ് കണ്ടക്ടർ ഹാസ് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്. എ ഗുഡ് കണ്ടക്ടർ ഹാസ് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ലോ ആണ്, അതായത് നല്ല കണ്ടക്ടറിന് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്. ഗുഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റിയെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും, അല്ലേ? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നവയാണ് കണ്ടക്ടർ. അപ്പോൾ എന്താണ് അവിടെ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതും അവിടെ കുറവാണ്. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ മാത്രമേ അതുവഴി നന്നായിട്ട് കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 5 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. വാട്ട് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്? അതായത് 5 ohm റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ്. അതായത് 5 ohm റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ അതിൻ്റെ ആ ഒരു കണക്ഷൻ നോക്കാം എങ്ങനെ വരുമെന്ന്. ഇത് 5 ohm റെസിസ്റ്റേഴ്സ് ആണ്. ഓരോന്നും 5 ohm 5 ohm 5 ohm 5 ohm 5 ohm. അതായത് എല്ലാ റെസിസ്റ്റൻസ് R1 എന്ന ഈ ഒരു റെസിസ്റ്റൻസിന് നമ്മൾ പേര് കൊടുത്താൽ ഇത് എത്രയാണ്? R5 വരെ വരുന്നുണ്ട്, അല്ലേ? R5 വരെ 5 റെസിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ R1 മുതൽ R5 വരെയുള്ള ആ റെസിസ്റ്റേഴ്സ് എല്ലാം ഈക്വൽ വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് N റെസിസ്റ്റൻസ് R ohm ഉള്ള N റെസിസ്റ്റൻസ്, അതായത് ഐഡൻറ്റിക്കലായിട്ടുള്ള എല്ലാ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ R ohm ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. N റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ N നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. എല്ലാ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ R ohm ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പാരലൽ കേസിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ടോട്ടൽ ഈക്വൽ ടു R/N ആണ്. R ടോട്ടൽ ഈക്വൽ ടു R/N ആണ്. ഈ ഒരു ഇക്വേഷൻ പാരലലിൻ്റെ കേസിൽ ഓർത്ത് വയ്ക്കുക. ഇനി ഇതേ കേസ് N റെസിസ്റ്റേഴ്സ് ഉണ്ട്, R ohm ആണ്, എല്ലാ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ R ohm ആണ് എങ്കിൽ അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് N റെസിസ്റ്റൻസ് R ohm ഉള്ള N റെസിസ്റ്റൻസ് സീരീസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് N ഇൻറ്റു R ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പാരലലിൻ്റെ കേസിൽ N/R ആയിരുന്നു, ഇവിടെ N ഇൻറ്റു R ആണ്. സോറി, ഇവിടെ N/R അല്ല, R/N ആണ്. പാരലലിൻ്റെ കേസിൽ R/N ആണ്, സീരീസിൻ്റെ കേസിൽ N ഇൻറ്റു R ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ R ടോട്ടലിൻ്റെ ഓർത്ത് വെക്കേണ്ടുന്നത്. R ടോട്ടൽ RT എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ഈ കേസാണ് ഇവിടെ വരുന്നത്, അല്ലേ? അതായത് 5 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലലായിട്ടാണ് 5 ohm റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? അവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 5 റെസിസ്റ്റൻസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും വാല്യൂ 5 ohm ആണ്. അപ്പോൾ അവിടുത്തെ R എന്ന് പറയുന്നത് 5 ആണ്, ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് 5 ആണ്. 5 ഡിവൈഡ് ബൈ എന്ത് വരും? N എന്ന് പറഞ്ഞാൽ അവിടെ എത്ര നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്? എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ? 5. അപ്പോൾ 5/5 എന്ന് പറഞ്ഞാൽ
1 ohm എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 5/5 1 ohm, ഇതാണ് ആൻസർ. അപ്പം 5 ohm റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സർക്യൂട്ടൊക്കെ വരച്ച് നമുക്കറിയാം സീരീസിൻ്റെയും പാരലിൻ്റെയും കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. പക്ഷേ അത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു എളുപ്പവഴിയാണ് ഇത്. R/N എന്ന ഇക്വേഷനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ആറിൻ്റെ വാല്യൂ 5 ആണ്. N എന്ന് പറയുന്ന നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അവിടെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5/5 = 1 ohm എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, എ 1000 watt bulb connected to 250 volt supply, how much current it taken? A 1000 watt bulb connected to 250 volt supply. അതായത് 1000 വാട്ട് ബൾബ് ഏത് സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്? 250 വോൾട്ട് ഉള്ള സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം എത്രയാണ് അവിടെ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്? ഹൗ മച്ച് കറണ്ട് ഇറ്റ് ടേക്കൺ. അപ്പോൾ ആ ബൾബ് എടുക്കുന്ന ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 1000 വാട്ട് എന്ന് പറയുന്നത് എന്താണ്? 1000 വാട്ട് അല്ലേ? വാട്ടേജിൽ പറയുന്നത് എന്താണ്? പവറാണ് അവിടുത്തെ അല്ലേ? പവർ എന്ന് പറയുന്നത് 1000 വാട്ടാണ്. 1000 വാട്ടാണ് അവിടുത്തെ പവർ. പിന്നെ എന്തുണ്ട്? 250 വോൾട്ട് സപ്ലൈ ആണ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് 250 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പവറും ഉണ്ട്, പിന്നെ വോൾട്ടേജും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പവറിനൊരു ഇക്വേഷനുണ്ട്, P = VI. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ആ വാല്യൂസൊക്കെ ഒന്ന് എടുത്തെഴുതുക. എന്തൊക്കെ പാരാമീറ്റർ ആണെന്ന് വെച്ചാൽ ആ പാരാമീറ്ററൊക്കെ ഒന്ന് എടുത്തെഴുതുക. എന്നിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷനൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് P = VI അല്ലേ? പവർ = വോൾട്ടേജ് × കറണ്ട് എന്ന ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ടിൻ്റെ വാല്യൂ കിട്ടും അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഐക്ക് നമുക്ക് മറ്റൊരു ഇക്വേഷൻ എഴുതാമല്ലോ. I = എന്താണ്? ഈ VI ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? P/V എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് ഈ വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്പം I = എന്താണ്? I = P/V എന്ന് നമ്മൾ ആ ഇക്വേഷനുണ്ട്. ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം P എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? 1000 ആണ്. അപ്പോൾ 1000/250 ചെയ്ത് നോക്കുക. എത്ര വരും? ഇവിടെ 2 0 ക്യാൻസലായിപ്പോയി. പിന്നെ 100/25 എന്ന് പറയുമ്പം 4 ആണ് വരുന്നത്. 4 ആംബിയർ എന്നാണ്. ഇവിടെ എന്താണ് കണ്ടുപിടിച്ചത്? കറണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അപ്പോൾ 4 ആംബിയർ എന്ന് നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കിട്ടി, 4 ആംബിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the resistance of a 100 watt bulb at 250 volt supply is. അപ്പം മുകളിൽ തന്ന ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ ഏകദേശമൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെയും ബൾബൊക്കെയാണ്. 100 വാട്ട് ബൾബാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടുന്നത്. മുമ്പേ നമ്മൾ കറണ്ടായിരുന്നു കണ്ടുപിടിച്ചത്. 250 വോൾട്ട് സപ്ലൈ ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. 250 വോൾട്ട് സപ്ലൈയിൽ 100 വാട്ട് ബൾബാണ്. 100 വാട്ട് ബൾബാണ് അവിടുത്തെ കണ്ടുപിടിക്കേണ്ടുന്നത്. റെസിസ്റ്റൻസ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയും ആ പാരാമീറ്റേഴ്സൊക്കെ ഒന്ന് എടുത്ത് എഴുതുക. പവർ എന്ന് പറയുന്നത് 100 വാട്ടാണ്. പവർ എന്ന് പറയുന്നത് എത്രയാണ്? 100 വാട്ടാണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, 250 വോൾട്ടാണ്. ഇവിടെ കറണ്ട് ഒന്നുമല്ല കണ്ടുപിടിക്കേണ്ടത് അല്ലേ? റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. R = എന്ത് എന്ന്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് P = VI എന്ന ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ പല ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ടല്ലേ. P = V²/R എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വാല്യൂസും കണ്ടുപിടിക്കേണ്ടുന്ന എന്ത് പാരാമീറ്ററാണോ ആ പാരാമീറ്ററും വരുന്ന ഇക്വേഷൻസ് ഏതാണോ നമ്മൾ പഠിച്ചത് അതാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ P = V²/R എന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്തേക്ക് നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് R കിട്ടും അല്ലേ? അപ്പോൾ P = V²/R എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുക. അതിനുശേഷം ഈ ഇക്വേഷനിൽ നിന്ന് R എന്ന് പറയുന്ന
ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും എന്ന് നോക്കുക. ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ പി എന്ന് കിട്ടും അല്ലേ. പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ അല്ലേ. അപ്പോൾ എന്താണ് പി ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് എന്ന് കിട്ടി. ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എന്താണ് വി സ്ക്വയർഡ് ബൈ പി എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ പി. ഇവിടെ വോൾട്ടേജ് എത്രയാണ്? 250 ആണ്. വി സ്ക്വയർ എന്ന് പറയുമ്പം 250 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ പവർ എത്രയാണ്? 100 വാട്ടാണ് അല്ലേ. 100 വാട്ട്. അപ്പോൾ എന്താണ് 100 വാട്ട് ആയിക്കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു 0 2 ക്യാൻസൽ ആവുന്നു. ഇവിടുത്തെ 0 2 ക്യാൻസൽ ആവുന്നു. 625 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. 625 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. എന്താണ് കണ്ടുപിടിച്ചത്? ആറാണ് കണ്ടുപിടിച്ചത്. ആറെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണല്ലേ. റെസിസ്റ്റൻസ് അല്ലേ ഇവിടെ കണ്ടുപിടിച്ചത്. റെസിസ്റ്റൻസ് ആണ് ഇവിടെ കാണേണ്ടിയിരുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ എങ്ങനെയാണ്? ഓംസിലാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. നമ്മൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓംസ് ആണ്. അപ്പോൾ ഓംസിൽ നമ്മളത് എഴുതണം. അപ്പം 625 ഓമാണ് അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത്. 5th ക്വസ്റ്റ്യൻ. ദ RPM ഓഫ് എ 4-pole ആർമേച്ചർ അറ്റ് 50 Hz ഈസ്. ഇത് നമുക്ക് RPM ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആർമേച്ചറിൻ്റെ 4 pole ഉള്ള ആർമേച്ചർ എത്ര ഹെഡ്സ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി? 50 Hz ആണ്. അപ്പം റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് RPM എന്നതിൻ്റെ ഫുൾ ഫോം. റെവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പോൾ എത്രത്തോളം അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ റെവല്യൂഷൻസ് ആണ്, മിനിറ്റിലുള്ള ആ റെവല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ബേസിക് ഇക്വേഷനിലേക്ക് നമ്മൾ ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. NS ഇസ് ഈക്വൽ ടു 120F ബൈ പി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. NS ഇസ് ഈക്വൽ ടു 120F ബൈ പി. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾ. ഇത് രണ്ടും തന്നിട്ടുണ്ടല്ലോ. 4 പോളുണ്ടെന്നും അറിയാം, 50 Hz ആണ് ഫ്രീക്വൻസി ആണെന്നും അറിയാം. അപ്പം 120 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ പോൾ എത്രയാണ്? 4 പോളാണ് അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം ആൻസർ നമുക്ക് 1500 RPM എന്ന് വരും. ചെയ്ത് നോക്കുക, അങ്ങനെ കിട്ടും. 1500 RPM. ഇതാണ് ഇതിൻ്റെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രഷ് ഇൻ എ DC മെഷീൻ. DC മെഷീനിൽ ബ്രഷ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 10 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ഈ 3ാമത് 4ാമതും ഒക്കെ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ആ ഒരു വാല്യൂസ് മാത്രം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയും ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. വാല്യൂസിൽ മാത്രമേ മാറ്റം കാണത്തുള്ളൂ. ഇതേ സെയിം ക്വസ്റ്റ്യനും സെയിം ഇക്വേഷനും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രഷ് ഇൻ എ DC മെഷീൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. DC മെഷീനിൽ ബ്രഷൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാർബൺ ബ്രഷസ് ആണ് ബ്രഷ് ആയിട്ട് DC മെഷീനിൽ ഉപയോഗിക്കുന്നത്. എന്ത് ബ്രഷാണ്? കാർബൺ ബ്രഷസ് ആണ്. അടുത്തത് ദ മാക്സിമം നമ്പർ ഓഫ് ലൈറ്റനിങ് പോയിൻ്റ് ഇൻ എ സർക്യൂട്ട്. എത്രയാണ് മാക്സിമം നമ്പർ ഓഫ് ലൈറ്റനിങ് പോയിൻ്റ്? സർക്യൂട്ടിലെ മാക്സിമം നമ്പർ ഓഫ് ലൈറ്റനിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 8 പോയിൻറ്റ്സ് ആണ് മാക്സിമം വരുന്നത്. 8 പോയിൻറ്റ്സേ വരാവൂ മാക്സിമം. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ട്രാൻസ്ഫോർമർ കോർ. ട്രാൻസ്ഫോർമർ കോർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ട്രാൻസ്ഫോർമർ കോർ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ്. സിലിക്കൺ സ്റ്റീൽ. ട്രാൻസ്ഫോർമർ കോർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1 HP ഇസ് ഈക്വൽ ടു ഡാഷ് വാട്ട്സ്. ഒരു HP എന്ന് പറഞ്ഞാൽ, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്
എത്ര വാട്ടാണ് ഒരു ഹോഴ്സ് പവറിന് തുല്യമായിട്ട് എത്ര വാട്ട് വേണം. അതായത് ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ട്സാണ്. 746 വാട്ട്സാണ്. ഒരു HP എന്ന് പറയുന്നത് 746 വാട്ട്സാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷറിങ് RPM ഓഫ് എ മോട്ടർ. മോട്ടറിൻ്റെ RPM നമ്മൾ മുമ്പേ പറഞ്ഞു റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ ആ ഒരു റെവല്യൂഷൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്? മോട്ടറിൻ്റെ RPM മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ടാക്കോമീറ്റർ. ടാക്കോമീറ്ററാണ് മോട്ടറിൻ്റെ RPM മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യുക പറഞ്ഞ ആൻസേഴ്സുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സുമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തനിയെ ചെയ്യാൻ തന്നെ ശ്രമിക്കുക ഈ ക്വസ്റ്റ്യൻസൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.